നമസ്തേ, ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് ഇടവമാസം 13 1947 ജ്യേഷ്ഠമാസം 6 ശകവർഷപ്രകാരം 27/5/2025 ചൊവ്വാഴ്ച അമാവാസി തിഥി വരുന്ന കുറച്ച് സമയം മാത്രം അമാവാസി തിഥി, പിന്നെ പ്രഥമ തുടങ്ങും. എന്നിരുന്നാലും രോഹിണി നക്ഷത്രം വരുന്ന സുകർമ്മ നിത്യയോഗം വരുന്ന ഈ ദിവസം ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അമാവാസി പുലർച്ചെ 6 വിനാഴികയ്ക്കുണ്ട്. അതുവരെ പ്രതികർമ്മങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ അന്നേ ദിവസം ഉദയം വരുന്നത് 5:45 AM അസ്തമനം വരുന്നത് 6:26 PM രാഹുകാലം 3:16 PM മുതൽ 4:51 PM വരെയും ഗുളികകാലം 12:06 PM മുതൽ 1:41 PM വരെയും യമകണ്ഠകാലം 8:55 AM മുതൽ 10:30 AM വരെയുമാണ്. അജ്ബിജത് മുഹൂർത്തമാകട്ടെ 11:42 AM മുതൽ 12:04 PM വരെയും 12:08 PM മുതൽ 12:30 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമം വരുന്നത് തുലാരാശിക്കാർക്കാണ്. ഇന്നത്തെ ഗ്രഹനില എന്ന് പറയുന്നത് സൂര്യൻ ഇടവത്തിലാണ്, ചന്ദ്രനും ഇടവൻ രാശിയിൽ തന്നെയാണ്, ബുധൻ നിൽക്കുന്നത് ഇടവൻ രാശിയിലാണ്, ചൊവ്വ കർക്കിടകത്തിലാണ്. അപ്പൊ സൂര്യനും ചന്ദ്രനും ബുധനും ഒരേ രാശിയിൽ നിൽക്കുന്നു. ഉദയവും ഇടവത്തിൽ തന്നെയാണ്. ചൊവ്വ നിൽക്കുന്നത് കർക്കിടകത്തിലാണ്, വ്യാഴം നിൽക്കുന്നത് മിഥുനത്തിലാണ്, ശുക്രനും മന്ദനും മീനൻ രാശിയിൽ, സർപ്പി കുംഭൻ രാശിയിൽ, കേതുവും ഗുളികോദയവും വന്നിരിക്കുന്നത് ചിങ്ങൻ രാശിയിലാണ്. ഈ ഗ്രഹനില പ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത്? ഇപ്പൊ ചൊവ്വാഴ്ച ആയതുകൊണ്ട് ചൊവ്വയുടെ കാരകത്വം സുബ്രഹ്മണ്യ സ്വാമിക്കും ഭദ്രകാളി അമ്മയ്ക്കും ഉണ്ടെങ്കിലും ഓജരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കണമെന്നും യുഗ്മരാശിയിലാണെങ്കിൽ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കണമെന്നും പറയും. കർക്കിടകം യുഗ്മരാശി ആയതുകൊണ്ട് തന്നെ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് ഭദ്രകാളി അമ്മയെ യുഗ്മരാശിയിൽ നിൽക്കുന്ന, അതും കർക്കിടകൻ രാശിയിൽ നീചരാശിയിൽ നിൽക്കുമ്പോൾ രാശിയാധിപൻ ഉച്ചത്തിൽ നിപ്പുണ്ട്. 11 രാശിയാധിപൻ ഉച്ചത്തിൽ നിൽക്കുന്നത് കൊണ്ട് സന്തോഷം തന്നെയാണ്. എന്നിരുന്നാൽ പോലും കർക്കിടകൻ രാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ ആ ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്ന ഏറ്റവും നല്ലതാണ്. കഴിയുന്നതും ചുവന്ന പട്ട് സമർപ്പിക്കുന്നത്, ഭദ്രകാളി ക്ഷേത്രത്തില് ഗുരുതിക്കൂട്ട് സമർപ്പിക്കുന്നത്, അതുപോലെ തന്നെ അമ്മയ്ക്ക് ഗുരുതി പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി, നെയ്വിളക്ക് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ത്രിമുധരം വഴിപാട് കഴിക്കുന്നത് നല്ലതാണ്. അമ്മയെ സ്തുതിച്ച് കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയാ പാലയാ. കാളികാളിയെ സ്തുതിച്ചുകൊണ്ട്, കാളിയമ്മ സ്തുതിച്ചുകൊണ്ട് ഓം ഹ്രീം ഹും ഭദ്രകാളിയെ എന്ന് ജപിച്ചുകൊണ്ട് കാളി മഹേശ്വരിയുടെ നാമം, അതായത് എല്ലാ ക്ഷേത്രങ്ങളിലും ഭദ്രകാളി ക്ഷേത്രത്തിൽ നടയടച്ച് തുറക്കുന്നത് വരെയുള്ള സമയത്ത് എല്ലാവരും കൂടി കൂട്ടമായി നിന്നുകൊണ്ട് കാളി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം അമ്മേ ശരണം ശരണം ദേവി ശരണം മേ തവ ചരണയുഗം. അങ്ങനെയുള്ള ഒരു കീർത്തനം ആലപിക്കുന്ന അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ്. ചോറ്റാനിക്കര കിഴ്ക്കാവിലമ്മ ഭദ്രകാളി സ്വരൂപമാണ്. അമ്മയ്ക്ക് കിഴ്ക്കാവിലമ്മയ്ക്കു തർപ്പണം ചെയ്യുവാൻ 12 ഉരുളി ഗുരുതി വേണം, മേളപ്പദം വേണം, ചെത്തിപ്പൂമാലയും നെയ്ദീപവും പിന്നെ കുരുത്തോലത്തോരണം വേറെ വേണം. അപ്പൊ കുരുത്തോലത്തോരണമൊക്കെ ഉള്ള അമ്മയ്ക്ക് ചെത്തിപ്പൂമാലയൊക്കെ ചാർത്തുന്നത്, അതുപോലെ തന്നെ വിളക്കുകൾ തെളിക്കുന്നത്, ചുറ്റുവിളക്കൊക്കെ തെളിക്കുന്ന അമ്മയ്ക്ക് ഭയങ്കര വിശേഷമാണ്. രാവിലെ അമ്മയ്ക്ക് നടഗുരുതി എന്ന് പറയുന്ന രാവിലെ ഗുരുതി നിവേദ്യം രാവിലെ 7 മണിക്കുണ്ട്. കിഴ്ക്കാവിൽ 7:30 ആകുമ്പോൾ രാവിലെ ചോറ്റാനിക്കരയിലെ പ്രത്യേകത നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ രാവിലെ
നിർമാല്യത്തിന് നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഉച്ചപൂജയ്ക്ക് നട അടയ്ക്കുകയുള്ളൂ. ഉച്ചപൂജയ്ക്ക് ശേഷമേ നട അടയ്ക്കുകയുള്ളൂ. അതുപോലെ വൈകുന്നേരം 4 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ ഗുരുതി കഴിഞ്ഞിട്ടേ അടയ്ക്കുകയുള്ളൂ. എല്ലാ ദിവസവും ഗുരുതിയുള്ള 12 ഉരുളി ഗുരുതി. ഒരു 6 വർഷത്തേക്കാണ് ഇപ്പം ബുക്കിംഗ്. 6 വർഷം കഴിഞ്ഞാലേ ഇപ്പം ബുക്ക് ചെയ്താൽ കിട്ടുള്ളൂ. അത്ര തിരക്കുള്ള കീഴ്ക്കാവിലമ്മ ഭദ്രകാളിയമ്മ. ഇന്ന് അമ്മയ്ക്കൊരു ഗുരുതി ബുക്ക് ചെയ്താൽ ഇപ്പൊ 6 വർഷം കഴിഞ്ഞാണ് ഗുരുതി നടക്കുന്നതെങ്കിലും ആ ഗുരുതിയുടെ ഫലം ഇപ്പോൾ തന്നെ കിട്ടിത്തുടങ്ങുമെന്നാണ് പറയുന്നത്. അത്ര വിശേഷമുള്ള നടഗുരുതി നടത്തി ഗുരുതിക്കൂട്ട് സമർപ്പിച്ച് അമ്മയെ പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് ചൊവ്വാഴ്ച. എന്തെങ്കിലും കഷ്ടതകളോ ശത്രുദോഷങ്ങളോ വിഷമങ്ങളോ വന്നാൽ ഓടി വന്ന് ഒരു അമ്മയുടെ മാതൃവാത്സല്യത്തോടെ നമ്മളെ സഹായിക്കുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന ആ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട് ഇന്നത്തെ രാശിഫലം ഞാൻ പറയുകയാണ്. എന്നെന്നും കീഴ്ക്കാവിലമ്മയുടെയും മേൽക്കാവിലമ്മയുടെയും സമസ്ത ഭദ്രകാളി അമ്മയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. പലരുടെയും ഉപാസനാമൂർത്തിയാണ്. ദശമഹാവിദ്യയിൽ ഒന്നാമത്തെ അമ്മയാണ് കാളിയമ്മ. കാളിയമ്മ എല്ലാവർക്കും എന്ത് ആവശ്യത്തിനും വിളിച്ചാൽ സേവാമൂർത്തിയായ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ചൊവ്വാഴ്ച ദിവസം അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ഫലങ്ങൾ കിട്ടും. അതുകൊണ്ട് ചുവന്ന വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് തന്നെ പൂജയും പ്രാർത്ഥനയും ഉപാസനയും ഒക്കെ ചെയ്താൽ പെട്ടെന്ന് അനുഗ്രഹം തരുന്ന അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. ഇടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗത്തിൽ പ്രതീക്ഷിച്ച സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുമെങ്കിലും വസ്തുക്കച്ചവടവും ഒക്കെ സാധ്യമാകും. മക്കളുടെ കാര്യത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ സാധിക്കും. അകന്നു നിന്നവർ തമ്മിൽ അടുപ്പമൊക്കെ ഉണ്ടാകും. തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കാവുന്ന സമയമാണ്. ആപൽഘട്ടങ്ങൾ വരും, പക്ഷെ അതിനെ പ്രാർത്ഥന കൊണ്ട് മറികടക്കുവാനാവും. കുടുംബ പരിപാലനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. കുട്ടികൾക്കോ ഇണയ്ക്കോ കുടുംബാംഗങ്ങൾക്കോ അസ്വാസ്ഥ്യങ്ങളൊക്കെ വരാനുള്ള സാഹചര്യമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. പിതൃക്കൾക്കായി അമാവാസി നാളായതുകൊണ്ട് പിതൃക്കൾക്കായി ഒരു പിടി ചോറ് രാവിലെ കാക്കയ്ക്ക് സമർപ്പിക്കുന്ന, ഇല്ലെങ്കിൽ ഒരു നുള്ള അരി പുറത്ത് കാക്കയ്ക്ക് സമർപ്പിക്കുന്ന അല്ലെങ്കിൽ കിളികൾക്ക് സമർപ്പിക്കുന്നത് നല്ലതാണ്. അവരെ മനസ്സിൽ ധ്യാനിക്കുന്ന നല്ലതാണ്. അമാവാസി നാളിൽ കുളിക്കുമ്പോൾ ബാത്റൂമിൽ 3 കൈക്കിടന്ന വെള്ളം സ്വധേ നമ എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിച്ചാൽ അത്രയും നല്ലതാണ്. കാരണം അറിഞ്ഞോ അറിയാതെയോ നമുക്ക് പിതൃതർപ്പണങ്ങൾ കൃത്യമായി സാധിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അതുപോലെ തന്നെ നമ്മളുടെ ഗുണം ചെയ്തവരായാലും ദോഷം ചെയ്തവരായാലും പിതൃക്കൾക്ക് മോക്ഷം കിട്ടാതെ ഉണ്ടെങ്കിൽ ലളിതാ സഹസ്രനാമത്തിലെ സുധാദേവിയുടെ പേരിൽ തർപ്പണം ചെയ്താൽ അമ്മയെല്ലാം അനുഗ്രഹം തരുമെന്നുള്ളതൊരു വിശ്വാസമാണ്. അപ്പോൾ ആ അമ്മയുടെ നാമം പറഞ്ഞുകൊണ്ട് 3 കൈക്കിടന്ന വെള്ളം ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ചരിച്ചൊഴിച്ചു കഴിഞ്ഞാൽ പിതൃക്കൾക്ക് അത് തർപ്പണമായി അവർ സ്വീകരിക്കുമെന്നാണ് വിശ്വാസം. കുളി കഴിഞ്ഞ് അതുകൂടി ചെയ്യൂ. വറ്റ് നനച്ച് വയ്ക്കാൻ പറ്റുന്നവർ, ചോറ് ഉരുളയാക്കി പുറത്ത് വയ്ക്കാൻ സാധിക്കുന്നവർ, അരിയും പഴവും ഒക്കെ കൂടി സമർപ്പിക്കാൻ സാധിച്ചാൽ എള്ള് നനച്ച് വയ്ക്കാനൊക്കെ സാധിക്കുന്നവർ അത് ചെയ്യൂ. എന്തായാലും എല്ലാ അമാവാസിയും പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദിവസമാണ്. ഏത് രാശിക്കാർക്കും പ്രാധാന്യമുള്ള ദിവസമാണ്. 6 നാഴികയ്ക്ക് മാത്രമേ അമാവാസി ഉള്ളൂ. അതുകൊണ്ട് പുലർച്ചെ തന്നെ ചെയ്യണം എന്ന് മാത്രം. തിങ്കളാഴ്ച അമാവാസി വ്രതം എടുക്കാൻ പറഞ്ഞിരുന്നു. എല്ലാവരും അതൊക്കെ ബലിയിടേണ്ടവരതൊക്കെ ചെയ്തു കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും പിതൃക്കളുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. മേടൻ രാശിക്കാർക്ക് ഇപ്പോൾ വ്യാഴം പിഴച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ബുധൻ അനുകൂലത്തിൽ ഉള്ളത് കൊണ്ട് രാശിനാഥനായ ചൊവ്വ 4-ാമിടത്താണ് നിൽക്കുന്നത്. നീചരാശിയിലാണ്. അതൊന്നും അത്ര സുഖമല്ല. എന്നിരുന്നാൽ പോലും അമ്മയെ വിളിച്ചാൽ എല്ലാ കഷ്ടതകളും മാറും. അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കൂ. എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇവർക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറിത്തീരുവാൻ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭ പര്യവസാനിയായി തീരും. അമ്മയുടെ അനുഗ്രഹം എന്നും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് മേടൻ രാശിക്കാർക്ക് വേണ്ടി ആശംസിക്കുന്നു.
ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് ഉത്സാഹവും വിദ്യാഗുണവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. പരീക്ഷയിൽ അർഹമായ സ്ഥാനവും വിജയവും ഒക്കെ ലഭിക്കും. സുതാര്യക്കുറവിനാൽ കൂട്ടുകച്ചവടത്തിൽ നിന്ന് പിന്മാറി ഒരു വ്യവസ്ഥ ശതമാന വ്യവസ്ഥയൊക്കെ വച്ചുകൊണ്ട് ആദ്യം തന്നെ മുൻകൂട്ടി ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി എഗ്രിമെന്റ് ഒക്കെ വച്ചതിന് ശേഷം മാത്രം പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് നല്ലതാണ്. ആദ്യത്തെ കൂട്ടുകച്ചവടത്തിൽ വേണ്ടത്ര സുതാര്യത ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കി അതിൻ്റെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് കൂട്ടുകച്ചവടത്തിൽ തുടക്കം കുറിക്കുന്നത് നന്നായിരിക്കും. വിശ്വസ്ത സേവനത്തിനായിട്ട് പ്രശസ്തിയൊക്കെ ലഭിക്കുന്ന, പ്രശസ്തി പത്രവും അംഗീകാരവും ഒക്കെ ലഭിക്കുന്ന ദിവസമാണ്. അർഹമായ പൂർവിക സ്വത്തൊക്കെ രേഖാപരമായി ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നു. പ്രായാധിക്യമുള്ളവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുവാൻ നല്ല അവസരം വന്നു ചേരും. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുവാൻ ശ്രമിക്കുക. ഈശ്വരാർപ്പിതമായി ലാഭേച്ഛ കൂടാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം നല്ല ലാഭേച്ഛ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ലാഭം അല്ലെങ്കിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ സാധിക്കും. അത് ലക്ഷ്യപ്രാപ്തി നല്ല രീതിയിൽ നടക്കുമ്പോൾ തന്നെ ലാഭം അവിടെ വന്നു ചേരുന്നതാണ്. അസാധാരണ വ്യക്തിത്വമുള്ളവരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉള്ള അവസരം ലഭിക്കും. ആ സൗഹൃദം പിന്നീട് ബിസിനസ് കാര്യങ്ങളിലേക്ക് പ്രയോജനപ്പെടുന്നതാണ്. അതുപോലെ തന്നെ സന്മനസ്സുള്ളവരുമായുള്ള സഹവർത്തിത്വത്താൽ നല്ല ചിന്തകളൊക്കെ വർദ്ധിക്കും. നിഗമനങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്നതിനാൽ സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധയൊക്കെ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും. ഗുരുകാരണവന്മാരുടെ അർത്ഥവ്യാപ്തോടുകൂടിയുള്ള വചനങ്ങളൊക്കെ തനിക്കുള്ള മൂല്യങ്ങളായി എടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിക്കും. രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും രാശിയിൽ നിൽക്കുന്ന ബുധനും മൂന്നാമിടത്ത് നിൽക്കുന്ന ചൊവ്വയുമൊക്കെ രാശിയിൽ തന്നെ നിൽക്കുന്ന ദുർഗാദേവിയുമൊക്കെ ഉച്ചസ്ഥയായി നിൽക്കുന്ന ദുർഗാദേവിയുടെയൊക്കെ അനുഗ്രഹത്താൽ ഭദ്രകാളി അമ്മയുടെയും രാശിനാഥയുടെയും ഒക്കെ അനുഗ്രഹത്താൽ ഈ ദിവസം കൂടുതൽ ഐശ്വര്യപൂർണമായി തീരുന്നതാണ്. മനസ്സിൽ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടത്തി കിട്ടുവാൻ അമ്മയോട് അപേക്ഷിക്കൂ. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കൂ. എല്ലാം ശുഭമായി തീരും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ ഐക്യതയൊക്കെ വന്നു ചേരുന്ന ദിവസമാണ്. ബൃഹത്തായ വികസന പദ്ധതികളൊക്കെ പദ്ധതി ആസൂത്രണ സംഘത്തിലൊക്കെ ഉൾപ്പെടാനുള്ള യോഗം കാണുന്നുണ്ട്. സ്വതസിദ്ധമായ ശൈലി പലർക്കും നമ്മുടെ ശൈലി കണ്ടിട്ട് മറ്റുള്ളവർക്ക് പോലും അത് മാതൃകാപരമായി സ്വീകരിക്കുവാൻ തോന്നുന്നു എന്നറിയുമ്പോൾ നമ്മൾക്ക് ആശ്വാസം ചെയ്യുന്നു. നമ്മളുടെ ഒരു പ്രവർത്തനം മറ്റുള്ളവരത് മോഡലായി എടുക്കുന്നു എന്നുള്ളത് സന്തോഷം തന്നെയാണ്. പഠിച്ച വിഷയത്തോടനുബന്ധമായി ജോലി ചെയ്യാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അർഹമായ കാര്യങ്ങൾ അനുഭവത്തോടുകൂടി പ്രാബല്യത്തിൽ വന്നു ചേരും. നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും. അശ്രാന്ത പരിശ്രമത്താൽ തൊഴിൽ മേഖലകളിലുള്ള എല്ലാ അനിഷ്ടാവസ്ഥകളും അനിശ്ചിതാവസ്ഥകളും അതിജീവിച്ച് നല്ല വിജയമുണ്ടാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തും. ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുള്ള ശ്രമം അല്പസ്വല്പം ആക്കി നിൽക്കുമെങ്കിലും ഒരു പരിധിവരെ വിജയത്തിലെത്തും. അതുപോലെ തന്നെ പുനഃപരീക്ഷയിൽ വിജയ ശതമാനം വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. ആദ്യം അല്പം മാർക്ക് കുറവായിരുന്നുവെങ്കിൽ വീണ്ടും പരീക്ഷ എഴുതുകയോ റീവാലുവേഷന് കൊടുത്തതിൻ്റെയൊക്കെ നല്ല ഫലം പ്രതീക്ഷിക്കാം. പരിശ്രമ സാഫല്യത്താൽ നേർന്നു കിടക്കുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് തീർക്കാനുള്ള അവസരം ലഭിക്കും. അതുപോലെ തന്നെ അനാവശ്യ ആധിയൊക്കെ ഒഴിവാക്കി സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുകയും പുതിയ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനും സാധിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി അനുഭവിക്കുവാൻ രാശിനാഥനായ ശ്രീകൃഷ്ണസ്വാമിയുടെയും ശ്രീരാമസ്വാമിയുടെയും അനുഗ്രഹത്തോടൊപ്പം കാളിയമ്മയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. പിതൃതർപ്പണം ചെയ്യുന്നതിനും കൂടി ശ്രമിക്കുന്നത് നന്നായിരിക്കും. കഴിയില്ലെങ്കിൽ ഒരു മനസ്സുകൊണ്ടെങ്കിലും തർപ്പണം ചെയ്തതായി ഭാവിക്കുന്നത് നന്നായിരിക്കും. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളെ അനുസരിക്കുക, അവരെ ആദരിക്കുക, അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വേണ്ട വിധത്തിൽ നിറവേറ്റുക, സർവാദരങ്ങൾക്കും സമാധാനത്തിനുമൊക്കെ വഴിയൊരുക്കുന്ന ഒരു കാര്യമാണ് ഇത്.
കുടുംബാംഗങ്ങളുടെ നിർബന്ധത്താൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഉദ്യോഗം അന്വേഷിച്ചിട്ട് യാത്ര തുടരുന്നത് അത്ര ശുഭമായിരിക്കില്ല. ആദ്യ സമയങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും. എന്നിരുന്നാലും അന്തിമ വിജയം ലക്ഷ്യമാക്കി തന്നെ പുറപ്പെടുക. പുറപ്പെടുന്നതിന് മുമ്പ് ഒരു വട്ടം കൂടി കാര്യങ്ങൾ ഒന്ന് ചിട്ടപ്പെടുത്തുന്നത് നന്നായിരിക്കും. ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയുള്ള സമീപനം പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ആർജവം നൽകുന്നതാണ്. എല്ലാ കാര്യത്തിലും അടുക്കും ചിട്ടയും ആവശ്യമായി വരും. ആത്മീയ വിഷയങ്ങളിൽ അമിതമായ ആസക്തി വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഭരണ സംവിധാനത്തിലെ അപര്യാപ്തതകളെല്ലാം പരിഹരിച്ച് നല്ല രീതിയിൽ ചിട്ടപ്പെട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു ആർജവം വന്നു ചേരും. ജീവിത പങ്കാളിയുടെ ആശ്വാസവചനങ്ങൾ എപ്പോഴും മനയുക്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായിക്കും. തീർച്ചയായിട്ടും എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. രാശിനാഥയായ ദുർഗാദേവി ഉച്ചസ്ഥയായി നിൽക്കുന്നതുകൊണ്ട് ഭദ്രകാളി അമ്മയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ രണ്ടമ്മമാരുടെയും അനുഗ്രഹത്തോടെ എല്ലാം ശുഭമായി തീരും. പിതൃതർപ്പണം പിതൃക്കൾക്ക് മാനസപൂജയെങ്കിലും ചെയ്യുന്നത് ഉചിതമായിരിക്കും. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് കുറെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ അബദ്ധങ്ങൾ ആരോപണ വിഷയങ്ങളായിട്ടുണ്ടെങ്കിൽ നിരപരാധിത്വം തെളിയിക്കുവാനായിട്ട് സാധിക്കും. അതിലൊരു അവസരം ചോദിക്കുകയും അത് തെളിയിക്കുകയും ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾക്കുള്ള മാനസിക സംഘർഷം കുറഞ്ഞു കിട്ടും. ആരോപണങ്ങളിൽ നിന്നൊക്കെ കുറ്റവിമുക്തിയും നേടാം. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ധനാഢ്യയായി ജീവിക്കുകയാണെന്ന് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ധനാഢ്യയായി ജീവിക്കുകയാണെങ്കിൽ ശരിക്കുമുള്ള സാമ്പത്തിക പ്രതിസന്ധി അവനവനെങ്കിലും അറിയുന്നത് നന്നായിരിക്കും. പണം കടം കൊടുക്കുന്ന കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കണം. മറ്റുള്ളവർ പണം കടം വാങ്ങാൻ വരുമ്പോൾ അവരുടെ ശരിയായ നിജസ്ഥിതി മനസ്സിലാക്കി അവരെ രക്ഷിക്കാൻ എനിക്ക് കഴിയുമോ, ഞാനാണോ അവരെ രക്ഷിക്കേണ്ടത്, അവർക്ക് ഇങ്ങനെ കടം വന്നു, അവർക്ക് എന്താണ് ശരിക്കും അവർ നമ്മളോട് കടം ചോദിക്കുന്നത് സത്യമാണോ എന്നൊക്കെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിച്ചാൽ അബദ്ധങ്ങളിൽ നിന്നും, കാരണം പണം കടം കൊടുത്താൽ പിന്നീട് അവരുടെ ശത്രുവായി തീരുകയാണ്. എല്ലാ കടം കൊടുക്കലും വാങ്ങലും ശത്രുതയിലേ എത്തുകയുള്ളൂ. അതുകൊണ്ട് കടം വാങ്ങുന്നതും കടം കൊടുക്കുന്നതും ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. അനുഭവ ജ്ഞാനത്തിൽ നിന്നാണ് ഇതൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും ചൊവ്വാഴ്ച ദിവസം രോഹിണി നക്ഷത്രമാണ്. കാർത്തിക കഴിഞ്ഞിട്ടേ ഉള്ളൂ, രോഹിണിയുടെ അവസാനമൊക്കെയാണ്. എന്നിരുന്നാൽ പോലും കാർത്തിക നാളിൽ കൊടുക്കാൻ പാടില്ല. പിന്നെ അമാവാസി നാളിലും ഒക്കെ അതുപോലെ ചൊവ്വാഴ്ചയൊക്കെ പണം കടം കൊടുക്കുകയും കടം വാങ്ങുകയും ഒക്കെ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കർക്കിടകത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടതായി വരും. അതുപോലെ തന്നെ കൊടുത്ത പണം തിരിച്ചു ചോദിക്കുമ്പോൾ അനാവശ്യ വർത്തമാനങ്ങൾക്കൊക്കെ ഇടവരും. അതുകൊണ്ട് കരുതിയിരിക്കുക. കഴിയുന്നത്രയും 10 രൂപ ചോദിക്കുന്നവർക്ക് 1 രൂപ കൊടുത്തുകൊണ്ട് ഇത് നിങ്ങൾ തിരിച്ചു തരണ്ട, ഇത് എൻ്റെ കയ്യിലുള്ളൂ എന്ന് പറയാൻ ശ്രമിച്ചാൽ, ഉള്ള മനസ്സിൽ ഒന്നും വയ്ക്കാതെ തുറന്ന് സംസാരിക്കാൻ പഠിച്ചാൽ, അരുത് എന്നുള്ളത് അരുത് എന്ന് പറയാൻ, നോ പറയാൻ പഠിച്ചാൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കും. അതുകൊണ്ട് ഇന്നേ ദിവസം ഈ രോഹിണി നാളിൽ നിങ്ങൾ ഒരു ചിങ്ങം രാശിക്കാർ അല്ലെങ്കിൽ ചിങ്ങക്കൂറുകാർ ഒരു ഉറച്ച തീരുമാനമെടുക്കൂ. നോ പറയേണ്ടിടത്ത് നോ പറയും എന്ന്. അപ്പോൾ തന്നെ ജീവിതത്തിലെ ഏത് ദിവസവും എല്ലാ ദിവസവും ഐശ്വര്യപൂർണമായി തീരും. എല്ലാം ഉണ്ടെങ്കിലും അനുഭവയോഗ്യമാവാത്ത ഒരു അവസ്ഥ വന്നു ചേരുന്നതിനാൽ മനോവിഷമം അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഇനി ജീവിതത്തിൽ ഉണ്ടാവില്ല. 11-ൽ നിൽക്കുന്ന വ്യാഴം എല്ലാവിധ സൗഭാഗ്യങ്ങളും തരുമ്പോൾ ആ സൗഭാഗ്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതോടൊപ്പം ദൈവത്തിനോട് നന്ദി പറയുകയും ചെയ്യൂ. തീർച്ചയായും എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ ഈ ദിവസം കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അധികാര പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടുകൂടി പ്രാവർത്തികമാക്കുവാൻ അശ്രാന്ത പരിശ്രമം തന്നെ വേണ്ടിവരും. അവഗണിക്കപ്പെട്ട അവസ്ഥകളൊക്കെ മാറി പരിഗണിക്കപ്പെടുന്നതിനാൽ അല്പ ആശ്വാസമൊക്കെ തോന്നും. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാത്ത ബന്ധുക്കളുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയാതിരിക്കുന്നതാണ് നല്ലത്. കുടുംബത്തിലെ ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് നിശ്ചിത കാലയളവിനുള്ളിൽ വോളണ്ടിയർ റിട്ടയർമെന്റ് എടുക്കേണ്ടതായി വന്നേക്കാം. പക്ഷെ ഒന്നിലും
ഒരിക്കലും വിഷമിക്കാതെ കാര്യങ്ങൾ ചെയ്യുവാൻ പഠിക്കണം. കാരണം നമ്മൾ എടുക്കുന്ന തീരുമാനം ശരിയെന്ന് നമുക്ക് തോന്നിയാൽ അമ്മയുടെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു വട്ടമല്ല പലവട്ടം കുടുംബ പരദേവതയോടും അതുപോലെ തന്നെ കാളിയമ്മയോടും ആ ചോദിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക. എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ദൈവങ്ങൾ ഒരിക്കലും നമ്മളിൽ നിന്നും അകന്നവരല്ല. നമ്മളുടെ കുടുംബ പരദേവത നമ്മളിൽ ഒരാൾ തന്നെയാണ്. അവരെ സ്നേഹപൂർവം ഭക്തിപൂർവം അവരെ നമ്മളുടെ കൂട്ടത്തിൽ ഒരാളായി പരിഗണിക്കുകയും അവരോട് സംസാരിക്കുകയും നമ്മൾ കഴിക്കുന്നതിൽ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ഒരു വിരുന്നുകാരിയെ അല്ലെങ്കിൽ ഒരു വിരുന്നുകാരുടെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നോ അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ വന്നു ചേർന്ന് നമ്മൾക്ക് അനുഗ്രഹം തരാനിരിക്കുന്ന അവരെ ബഹുമാനിക്കുമ്പോൾ ഒരു വിഷമവും ഉണ്ടാവില്ല. ഈ ചൊവ്വാഴ്ച ദിവസം എല്ലാവരും, അതും അമാവാസി കഴിഞ്ഞ് പ്രഥമ തുടങ്ങുന്ന നിമിഷത്തിൽ, ശുക്ലപക്ഷത്തിലെ പ്രഥമ തുടങ്ങുന്ന നിമിഷത്തിൽ എല്ലാവരും ഒരു തീരുമാനമെടുക്കൂ. പരദേവതകളെ സ്നേഹിക്കൂ. നമ്മളുടെ വിശ്വാസം അവരിൽ അർപ്പിക്കൂ. തീർച്ചയായും വിശ്വസിച്ചാൽ തീർച്ചയായും തിരിച്ചും നല്ല സഹായങ്ങൾ അവരിൽ നിന്നും, അനുഗ്രഹങ്ങൾ അവരിൽ നിന്നും ലഭിക്കും. നല്ല മാർഗനിർദ്ദേശവും കിട്ടും. എന്തും അവരോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യുവാൻ ശ്രമിക്കൂ. എല്ലാ സൗഭാഗ്യങ്ങളും ആശംസിച്ചുകൊള്ളുന്നു. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാനുള്ള ജാഗ്രതാവസ്ഥ ബന്ധുക്കൾക്കിടയിൽ പ്രകീർത്തിക്ക് വഴിയൊരുക്കും. സങ്കീർണങ്ങളായ വിഷയങ്ങളാണെങ്കിലും സമയോചിതവും യുക്തിപൂർവമായ ഇടപെടലുകളാൽ അനിശ്ചിതാവസ്ഥകളൊക്കെ ഒഴിവാകും. ശത്രുതാ മനോഭാവത്തിലായിരുന്ന പലരും അവരുടെ സ്വാർത്ഥ താല്പര്യ സാധ്യങ്ങൾക്കായി മിത്രങ്ങളെന്ന ഭാവത്തിൽ അഭിനയിക്കും. അത് മനസ്സിലാക്കുവാൻ പരദേവതയുടെ അനുഗ്രഹത്തോടെ നമുക്ക് സാധിക്കണം. പരദേവതയെ വിശ്വസിച്ച് അമ്മയോട് ചോദിക്കുക, അമ്മേ എൻ്റെ തീരുമാനങ്ങൾ ശരിയാണോ, എൻ്റെ നിഗമനങ്ങൾ ശരിയാണോ എന്ന്. തീർച്ചയായും അമ്മ നമുക്ക് ഉത്തരം നൽകും. അപ്പോൾ എല്ലാ തിന്മകളും തിരിച്ചറിയണമെങ്കിൽ നമ്മൾക്കൊരു വിദഗ്ധ ഉപദേശം ആവശ്യമാണ്. അത് നമ്മൾ ഏറ്റവും അധികം വിശ്വസിക്കുന്ന നമ്മുടെ പരദേവതകളാണെങ്കിൽ, നമ്മുടെ കുടുംബ ദേവതകളാണെങ്കിൽ, നമ്മുടെ ധർമ്മ ദൈവമാണെങ്കിൽ, നമ്മുടെ ഉപാസനാമൂർത്തിയാണെങ്കിൽ എല്ലാം അവരോട് ചോദിക്കൂ. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം ഉണ്ടാകും. ചെയ്യുന്ന പ്രവൃത്തിക്ക് അർഹമായ അംഗീകാരം ലഭിക്കും. സുപ്രധാനങ്ങളായ കാര്യങ്ങൾ തീരുമാനത്തിലെത്തിക്കുവാൻ സാധിക്കും. അതൊക്കെ അമ്മയുടെ അനുഗ്രഹമായി കാണുക. നിഷേധാത്മക നിലപാടിൽ നിന്നും ഒഴിഞ്ഞു മാറി യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള ഉൾപ്രേരണയുണ്ടാകും. ഇതും എല്ലാം അമ്മയുടെ അനുഗ്രഹമാണ്. ഈ ചൊവ്വാഴ്ച ദിവസം ഏറ്റവും ഐശ്വര്യപൂർണമായൊരു ദിവസമായി തീരട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഭദ്രകാളി അമ്മയെ കൂടി പ്രാർത്ഥിച്ച് അമ്മയുടെ നാമം ചൊല്ലി അമ്മയെ സ്തുതിക്കൂ. എല്ലാം അനുഭവത്തിൽ വന്നു ചേരും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ശൈലി ആവിഷ്കരിക്കുന്നതിനാൽ അവിസ്മരണീയമായ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. സഹപ്രവർത്തകർ പലപ്പോഴും അവധിയിലായതിനാൽ അവരുടെ ജോലികൾ കൂടി ഏറ്റെടുത്ത് ചെയ്യേണ്ടതായി വരും. മായ അധ്വാന ഭാരം വരുമ്പോഴും അശ്രാന്ത പരിശ്രമത്താൽ പ്രതികൂല അതൊക്കെ നമുക്ക് അനുകൂല സാഹചര്യമാക്കി മാറ്റാൻ നമ്മുടെ ഉപാസനാമൂർത്തികൾ സഹായിക്കും. അവരെ കൂടി നമ്മളുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ അവരുടെ അനുഗ്രഹം തീർച്ചയായും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അനുസരണയില്ലായ്മയും ഉദാസീന മനോഭാവവും ശ്രദ്ധക്കുറവും ഒക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റുന്നതിന് അമ്മയെ തന്നെ പ്രാർത്ഥിക്കൂ. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും. പിതൃക്കൾക്ക് രാവിലെ ഒരു പിടി ഭക്ഷണം, അത് അവർക്കിഷ്ടപ്പെട്ട ചോറായിക്കോട്ടെ, ഒരു പിടി അരി പഴമൊക്കെ കൂട്ടി ഇതാക്കി വെച്ചാലും, ഇനി ഒന്നും സാധിക്കാത്തവർ മനസ്സുകൊണ്ട് ഇതെല്ലാം സമർപ്പിക്കുന്നതായി പ്രാർത്ഥിച്ചാലും, രാവിലെ 6 നാഴികയ്ക്ക് മാത്രമേ ഉള്ളൂ അമാവാസി. അതിന് മുമ്പായി ചെയ്യണം. തലേ ദിവസം വ്രതം എടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇതൊന്നും സാധിക്കാത്തവർ രാവിലെ കുളിക്കുമ്പോൾ 3 കൈക്കിടുന്ന വെള്ളം സ്വധാദേവിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയ്ക്കായി സമർപ്പിക്കൂ. നിങ്ങളുടെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്നതിന് അമ്മ സഹായിക്കും. ലളിതാ സഹസ്രനാമത്തിൽ സുധാദേവിയെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മയുടെ അനുഗ്രഹം നമുക്ക് കിട്ടുകയും ചെയ്യും. തീർച്ചയായിട്ടും വൃശ്ചിക രാശിക്കാർക്ക് വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നു എങ്കിൽ പോലും
കണ്ടകശനിയൊക്കെ മാറി നിൽക്കുന്ന സമയമാണ്. 7-ൽ മാർഗസ്ഥാനത്ത് ബുധൻ വന്നിട്ടുണ്ട്. രാശിനാഥയായ ചൊവ്വ 9-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഭദ്രകാളി അമ്മയെ ഉപാസിച്ച്, അമ്മയുടെ ഉപാസനാ ബലത്താൽ അമ്മയെ പ്രാർത്ഥിച്ച് എല്ലാ കഷ്ടതകളും മാറ്റുവാൻ അമ്മ അനുഗ്രഹിക്കട്ടെ. ഒരു ശുഭദിനം ആശംസിക്കുന്നു. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ആത്മബന്ധം ഉടലെടുക്കും. പക്ഷേ ആരെയും അന്ധമായി വിശ്വസിക്കരുത്. നന്മതിന്മകൾ തിരിച്ചറിയുവാൻ കുടുംബ പരദേവതയുടെ അനുഗ്രഹം കൂടി തേടൂ. അമ്മയോട് കാര്യങ്ങൾ സംസാരിക്കൂ. പരദേവത ആരോ ആയിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, മൂർത്തിയായിക്കോട്ടെ, ഏത് മൂർത്തിയോടും സത്യാവസ്ഥ അറിയിക്കുവാൻ അവരോട് അപേക്ഷിക്കുമ്പോൾ തീർച്ചയായും അപേക്ഷ പരിഗണിക്കപ്പെടും. ചെയ്യുന്ന പ്രവൃത്തിക്കൊക്കെ അനർഹമായ അംഗീകാരം ലഭിക്കും. അതുപോലെ തന്നെ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കണം. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്ന് ആലോചിച്ച് സമയം പാഴാക്കാതെ യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ആത്മപ്രചോദനം ഉണ്ടാകും. രാശിനാഥൻ 7-ാം ഭാവത്തിൽ മാർഗസ്ഥാനത്ത് നിൽക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ യോഗമുണ്ട്. ആ യോഗം പോലെ തന്നെ ഫലത്തിൽ വരുവാനായി പ്രാർത്ഥനകൾ ചെയ്യുന്നത് നല്ലതാണ്. ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കുടുംബ പരദേവതയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ സഹപ്രവർത്തകരുടെ തർക്കങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സ്വതസിദ്ധമായ ശൈലി മാതൃകാപരമായി എന്നറിയുമ്പോൾ മറ്റുള്ളവരുടെയും കൂടി അംഗീകാരം ലഭിക്കും. ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സഹപ്രവർത്തകരുമായി നല്ല ഐക്യത്തിൽ പോകുവാൻ ശ്രമിക്കണം. കാരണം കൂട്ടായ്മയിലൂടെ എത്ര അസാധ്യമായ കാര്യങ്ങളും സാധ്യമായി തീർക്കുവാൻ സാധിക്കും. ശ്വാസകോശ സംബന്ധമായ അസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുവാനുള്ള യോഗം കാണുന്നു. അപ്പോൾ തീർച്ചയായും ഈ മഴക്കാലമായതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. മഴയൊക്കെ നനയാതിരിക്കാൻ, തണുപ്പൊക്കെ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആസ്മ പോലുള്ള രോഗമുള്ളവർക്ക് അമാവാസി നാളിൽ കഷ്ടതകൾ കൂടുതൽ വരുവാനുള്ള, ശ്വാസതടസ്സം കൂടുതൽ വരുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. സന്താനങ്ങൾക്ക് സാമ്പത്തിക നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തുന്നത് നന്നായിരിക്കും. കഴിയുന്നതും അശുഭ ചിന്തകളല്ല, അനാവശ്യമായ അശുഭ ചിന്തകളൊക്കെ ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും. പ്രാദേശിക പിന്തുണ ലഭിച്ചതിനാൽ കക്ഷി രാഷ്ട്രീയ മത്സരത്തിലൊക്കെ വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. യാത്രാക്ലേശവും ഭരണ ചുമതലയും വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ചിലപ്പോൾ സ്ഥാനമാറ്റം വന്നേക്കാം. ദുസ്സംശയങ്ങൾക്ക് വ്യക്തമായ വിശദീകരണം നൽകുന്നതും മേലധികാരികളുടെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുന്നതിന് സഹായകമാവും. ആത്മവിശ്വാസക്കുറവിനാൽ പരീക്ഷ, ഇന്റർവ്യൂ തുടങ്ങിയവയിൽ പ്രതീക്ഷിച്ച വിജയം വരില്ല. അതുകൊണ്ട് വിഷമിക്കേണ്ട. ഇനിയൊരു അവസരം വരുമ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കുടുംബത്തിൽ നിന്നും വേർവിട്ട് താമസിക്കേണ്ടതായ സാഹചര്യം വരുമ്പോൾ പോലും രാശിനാഥനായ വിഷ്ണുമായ സ്വാമിയും ചത്തൻ സ്വാമിയും മറ്റ് സേവാമൂർത്തികളുടെയൊക്കെ അനുഗ്രഹത്തോടെ ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഭദ്രകാളി അമ്മയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ, പിതൃക്കൾക്ക് വേണ്ട തർപ്പണമൊക്കെ ചെയ്യുമ്പോൾ പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവർക്കായി മാനസപൂജയെങ്കിലും ചെയ്യുമ്പോൾ ഈ ദിവസം കൂടുതൽ ഐശ്വര്യപൂർണമായി തീരുന്നതാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവധിക്കാലത്ത് വിശേഷപ്പെട്ട ദേവാലയ ദർശനമൊക്കെ നടത്തുവാനുള്ള സാഹചര്യം വന്നു ചേരും. നേരത്തെ വാങ്ങിയിട്ടിരുന്ന ഭൂമി കച്ചവടം നടക്കുവാനുള്ള യോഗം കാണുന്നു. കലാകായിക രംഗങ്ങളിൽ വിദഗ്ധ പരിശീലനം നേടുവാനുള്ള അവസരം വന്നു ചേരും. വേണ്ടപ്പെട്ടവരെ സത്യാവസ്ഥകൾ ബോധിപ്പിക്കുവാൻ അവസരം ലഭിക്കുമ്പോൾ അത് നന്നായി വിനിയോഗിക്കുകയും വേണ്ടപ്പെട്ടവരുള്ള മിഥ്യാധാരണകളൊക്കെ ഒഴിവാക്കുന്നതിന് ശ്രമിക്കുകയും ചെയ്യുക. പെരുമാറ്റത്തിലുള്ള കർക്കശ മനോഭാവം ഉപേക്ഷിച്ച് സൗമ്യ സമീപനം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. അത് ആഗ്രഹ സാഫല്യത്തിന് വഴിയൊരുക്കും. സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ
അതൊക്കെ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ആ സാമ്പത്തിക വിഭാഗത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. തന്നെ ആരോ പറ്റിക്കുന്നു എന്ന് തോന്നൽ വന്നാൽ അത് ശരിയാണോ എന്നറിയാൻ കണക്കുകളൊക്കെ കൃത്യമായി പരിശോധിക്കുന്നതും, എവിടെയാണ് തനിക്ക് തെറ്റ് പറ്റിയത് അല്ലെങ്കിൽ മറ്റുള്ളവർ എവിടെ നിന്ന് വെച്ചാണ് നമ്മളെ പറ്റിക്കാൻ തുടങ്ങിയത് എന്ന് മനസ്സിലാക്കി പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുമ്പോൾ സാമ്പത്തിക നഷ്ടം ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. അറിയാതെ പറയുന്ന കാര്യങ്ങൾ അനുഭവത്തിൽ വന്നു ചേരുന്നതിനാൽ ആത്മാഭിമാനമൊക്കെ തോന്നും. അരുൾവാക്കൊക്കെ അനുഗ്രഹമാണെങ്കിൽ പോലും അനാവശ്യമായി അരുൾവാക്ക് പറയുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഊഹക്കച്ചവടത്തിൽ നിന്നൊക്കെ പിന്മാറി ദൃഷ്ടിപഥത്തിലുള്ള പ്രവർത്തന മേഖലക്ക് തുടക്കം കുറിക്കുന്നത് നന്നായിരിക്കും. രാശിനാഥനായ വിഷ്ണുമായ സ്വാമി, ശതൻ സ്വാമി, ആഞ്ജനേയ സ്വാമി, ധർമ്മശാസ്ത്രവരെയൊക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം കാളിയമ്മയെ കൂടി പ്രാർത്ഥിച്ച് ദിവസം ഐശ്വര്യപൂർണമാക്കി തീർക്കൂ. മനസ്സുകൊണ്ടെങ്കിലും പിതൃതർപ്പണം കൂടിയും ചെയ്ത് പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്നതിനായി പ്രവർത്തിക്കൂ. എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്നത് ആശ്വാസത്തിനും സമാധാനത്തിനും വഴിയൊരുക്കും. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കും, അല്ലെങ്കിൽ റീവാലുവേഷന് കൊടുത്തതിലൊക്കെ വിജയസാധ്യത കാണും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കുന്നതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതിനാൽ പ്രവർത്തനക്ഷമതയും ജനസ്വാധീനവും കാര്യനിർവഹണ ശക്തിയും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിക്കും. പക്ഷേ അതോടൊപ്പം അഹങ്കാരം എന്ന വാക്ക് വരാതിരിക്കുവാൻ, പ്രവൃത്തികളിൽ അത് നിഴലിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. ഉന്നത അധികാര സിദ്ധി ലഭിച്ചതിനാൽ ജീവിതഗതിയിൽ മാറ്റങ്ങൾ വരുവാൻ തയ്യാറാകും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ വ്യാപാര വിപണന വിതരണ വ്യവസായങ്ങളൊക്കെ തുടങ്ങും. നിർത്തിവെച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കും. രാശിനാഥൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും ജന്മശനിയാണ് എന്ന സത്യം മറക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ കുടുംബ പരദേവതയുടെ ഇഷ്ടദൈവത്തിൻ്റെ ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹം കൂടി തേടുന്നത് വളരെ നന്നായിരിക്കും. ഉപാസനാ ബലം കൂട്ടുന്നത് ഈ ജന്മശനി കാലത്ത് ധർമ്മശാസ്താവിനെയും അതുപോലെ തന്നെ ആഞ്ജനേയ സ്വാമിയെയും വിഷ്ണുമായ സ്വാമി, ചത്തൻ സ്വാമിയും തുടങ്ങിയ സേവാമൂർത്തികളെ കൂടി പ്രാർത്ഥിക്കുന്നതും ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എല്ലാം ശുഭ പര്യവസാനിയായി തീരും. ഈ ചൊവ്വാഴ്ച ദിവസം 27 നക്ഷത്രക്കാർക്കും കാളിയമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. പിതൃക്കൾക്കെല്ലാം മോക്ഷം കിട്ടുവാനായി കർമ്മം ചെയ്യുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. മാനസപൂജയിലെങ്കിലും അവരുടെ പിതൃക്കളെ ഓർത്ത് അരി നനച്ചു വയ്ക്കുന്നതായി, ജലതർപ്പണമെങ്കിലും ചെയ്യുന്നതായി ഭാവിച്ചാൽ എല്ലാം ശുഭമായി തീരും. ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.